ഗൈസ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുംബൈയിൽ ചെയ്തൊരു കോഴ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ആയി നേരെ മഹാരാഷ്ട്രയിൽ റോഹയിലുള്ള എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവിടേക്ക് പോകാമെന്ന് വെച്ചു. അങ്ങനെ അവൻ്റെ വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം അവൻ്റെ ഗ്രാമം ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി കൊണ്ടുപോയി. രാവിലെ തന്നെ അവൻ്റെ വീടിൻ്റെ താഴെയുള്ള ഒരു കുളത്തിലോട്ട് കൊണ്ടുപോയി. വലിയൊരു കുളമാണ്. അതിന് നേരെ മുകളിലോട്ട് നോക്കിയാൽ ആ കുന്നിൻ്റെ മുകളിൽ ഒരു കോട്ടയാണ്. നല്ലൊരു വ്യൂ ആയിരുന്നു അത്. ഇതാണ് അവൻ്റെ കൊച്ചു ഗ്രാമം. നല്ലൊരു വൈബായിരുന്നു. ഈ സ്ഥലം നല്ല തണുപ്പും വണ്ടികളുടെ ഒന്നും ഒച്ചപ്പാടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമായിരുന്നു. അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരമുള്ള അവൻ്റെ ഫാമിലോട്ട് നമ്മളെ കൊണ്ടുപോയി. അവിടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ കുറച്ച് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അതൊക്കെ നോക്കി കഴിക്കാൻ വല്ല ഫ്രൂട്ട്സ് കിട്ടുമെന്ന് നോക്കി നടന്നു. അവിടെ നിന്ന് നേരെ അവൻ്റെ വീട്ടിനടുത്തുള്ള മറ്റൊരു കുളത്തിലോട്ട് പോയി. അതും നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ പിറ്റേ ദിവസം നമ്മളൊരു വൈകുന്നേരം ആയപ്പോഴേക്കും അവിടെയുള്ള ബീച്ചിൽ പോകാമെന്ന് വെച്ച് നേരെ ബീച്ചിലോട്ട് വിട്ടു. അവിടെ നിന്ന് കുറച്ചധികം ദൂരമുണ്ടായിരുന്നു. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു. വണ്ടികളൊക്കെ കുറവാണ്. ഇങ്ങോട്ടേക്ക് ഒന്നോ രണ്ടോ ബസ് മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. അതുപോലെ ഒന്ന് ഇവിടെ വഴിയിൽ കിടക്കുന്നു. അങ്ങനെ കുന്നും മലയും കയറി ഇറങ്ങി അവസാനം നമ്മളെ സ്ഥലമെത്താനായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ച ബീച്ചിന്റെ മറ്റൊരു സൈഡിലാണ്. കടൽ മൊത്തം പുറകോട്ട് ഇറങ്ങിയിട്ടാണുള്ളത്. നമ്മളങ്ങനെ ആ പാറക്കെട്ടിലൂടെ ഇറങ്ങി നടന്നു. അവിടെ നിന്ന് നേരെ ഒരു കുന്നിന്റെ മുകളിലോട്ട് പോവുകയാണ് കടലിന്റെ വ്യൂ കാണാനായിട്ട്. ഇതൊക്കെ അവിടുത്തെ ചെറിയൊരു ഗ്രാമമാണ്. നമ്മളങ്ങനെ ഈ കുന്നിന്റെ മുകളിലെത്തി. നല്ല അന്യായ വ്യൂവും വൈബുമാണ് ഇവിടെ. നല്ല ശാന്തമായ കടൽ, അതിന് നടുക്കൊരു കോട്ട. അതിനകത്തേക്ക് പ്രവേശനമുള്ളതാണ്. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ കയറാൻ നിന്നില്ല. അവിടെ നിന്ന് നേരെ താഴോട്ടിറങ്ങി ബീച്ചിലോട്ട് പോയി. അവിടെ ആളുകൾ കുറവാണ്. നമ്മളെ കണ്ട ഉടനെ അവിടുത്തെ കുതിരക്കാരനും ബീച്ച് ഭാഗ്യം റൈഡ് വേണമെന്ന് ചോദിച്ചു വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് സ്ഥലം വിട്ടു. പിറ്റേ ദിവസം ഞാൻ നാട്ടിലോട്ട് മടങ്ങി.